രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയതുപോലെ ശ്രീനാദേവി കുഞ്ഞമ്മയും ഈ ഇലക്ഷൻ്റെ പടി കാണിക്കത്തില്ല, പുറത്താക്കണം, പുറത്താക്കും എന്ന അജണ്ടയോടുകൂടി ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ വന്ന ആരോപണങ്ങളൊക്കെ പൊളിച്ചടുക്കിക്കൊണ്ട് ശ്രീനാദേവി കുഞ്ഞമ്മ ആ ആരോപണങ്ങൾക്കൊന്നും ഒരു കഴമ്പുമില്ല, അത് തന്നെ തകർക്കാൻ വേണ്ടി, തന്നെ ഈ ഇലക്ഷനിൽ മത്സരിപ്പിക്കാതിരിക്കാൻ വേണ്ടി, തന്നെ പുറത്താക്കാൻ വേണ്ടി കളിക്കുന്ന നാറിയ കളികളാണെന്ന് പ്രൂഫ് സഹിതം ശ്രീനാദേവി കുഞ്ഞമ്മ തെളിയിച്ചിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഈ ഇലക്ഷനിൽ തന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട് ഷഹനാസിനെ ഇറക്കി കളിച്ചതും, അതുപോലെ ഷഹനാസിനെയും റിനിയെയൊക്കെ ഇറക്കി കളിച്ചതും, പൈസ കൊടുത്ത് രാജൻ ജോസഫിനെ ചാനൽ ചർച്ചകളിൽ കൊണ്ടിരുത്തി രാഹുൽ മാങ്കൂട്ടത്തെ ക്രൂശിച്ചതും, അതുപോലെ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെയും പൈസ കൊടുത്ത് കളിച്ച നാറിയ കളികളെല്ലാം വെളിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീനാദേവി കുഞ്ഞമ്മ അതൊക്കെ പൊളിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ അവിടെ കാണിക്കാം. അതിനു മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തെയും ശ്രീനാദേവി കുഞ്ഞമ്മയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഈ ഒരു പ്രസ്ഥാനത്ത് ഇവർ വേണം, നട്ടെല്ലുള്ള നേതാക്കളായിട്ട് ഇവർ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ലൈക്കായിട്ട് കൊടുക്കണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചാനലുകളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വയ്ക്കുക. അതിനു മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു വീഡിയോ, മൂന്നാമത്തെ വീടിൻ്റെ താക്കോല് കൈമാറാൻ വേണ്ടിയിട്ട് വീടിൻ്റെ പണി പൂർത്തീകരിച്ച ഒരു വീഡിയോ രാഹുൽ മാങ്കൂട്ടം ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയും കൂടെ ഞാനിവിടെ വയ്ക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. തനിക്ക് സീറ്റില്ല, വരാനിരിക്കുന്ന ഇലക്ഷനിൽ തന്നെ മത്സരിപ്പിക്കത്തില്ല, തനിക്ക് സീറ്റില്ല, താൻ പാർട്ടിയിൽ നിന്ന് പുറത്താണ് എന്ന് ഈ ഒരു പ്രസ്ഥാനം പറഞ്ഞിട്ട് പോലും 3 വീടുകളുടെ പണി 1.5 കൊല്ലം കൊണ്ട് പൂർത്തീകരിച്ച ഒരു MLA ഇന്ന് കേരളത്തിൽ എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? നിങ്ങൾ ആരെങ്കിലും ഒരാൾ കാണിച്ചു തന്നാൽ ഞാൻ അന്ന് ഈ വീഡിയോ രാഹുലിനെയും അതുപോലെ ശ്രീനാദേവിയും ഈ കെ സുധാകരനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ സംസാരിക്കുന്ന വീഡിയോ ഞാൻ അന്ന് നിർത്തും. പിന്നെ ഞാൻ ഇതിനെ പറ്റിയിട്ട് ഒരു അക്ഷരം ഞാൻ മിണ്ടത്തില്ല. കാരണം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കാണിച്ച 1.5 കൊല്ലം കൊണ്ട് 3 വീടുകളുടെ പണി പൂർത്തീകരിച്ച് 3 വീടുകളുടെ താക്കോല് കൈമാറിയിട്ടുള്ള ഒരു MLA, വോട്ട് ഒരു മെമ്പർ, വോട്ട് ഒരു മന്ത്രി ഇവിടെ ഈ കേരളത്തിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അന്ന് ഈ പരിപാടി നിർത്തും. വേറെ വല്ല കണ്ടൻറ്റുമായിട്ട് ഞാൻ വരും, വേറെ സബ്ജക്റ്റുമായിട്ട് ഞാൻ സംസാരിക്കും. പിന്നെ ഈ സബ്ജക്റ്റിലോട്ട് ഞാൻ വരത്തില്ല, അങ്ങനെ കാണിച്ചു തരുവാന്നുണ്ടെങ്കിൽ. അപ്പോൾ 3 വീടുകളുടെ പണി പൂർത്തീകരിച്ച് 1.5 കൊല്ലം കൊണ്ട് ഇനി തനിക്ക് ഈ പ്രസ്ഥാനത്തിൽ മത്സരിക്കാൻ സാധിക്കത്തില്ല, തന്നെ ഈ പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചെടുക്കത്തില്ല എന്നറിഞ്ഞിട്ട് പോലും തനിക്ക് ജനങ്ങൾ തന്ന സപ്പോർട്ടും പിന്തുണയും അതുപോലെ ആ സ്നേഹവും വെച്ചിട്ട് 3 വീടുകൾ താൻ കൊടുത്ത, രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി പാലക്കാട്ടിലെ ജനങ്ങൾക്ക് കൊടുത്ത ആ ഒരു വാഗ്ദാനം ഉണ്ടല്ലോ, അത് പുള്ളി പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 വീടുകളാണ് ഇവിടെ പൂർത്തീകരിച്ചത്. ഓക്കെ, ആദ്യം തന്നെ ഞാൻ ആ ഒരു വീഡിയോ കൂടെ ഇവിടെ ഷെയർ ചെയ്യാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. അതിനുശേഷം ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ആ ഒരു വീഡിയോയിലോട്ടും വരാം. ശ്രീനാദേവി കുഞ്ഞമ്മ വായടപ്പിച്ച് വിട്ട മറുപടി, ഇതിൻ്റെയൊക്കെ പുറകിൽ കളിക്കുന്ന ആരാണെന്നൊക്കെ നമുക്ക് നല്ലപോലെ അറിയാവുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ റേഷൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടല്ലോ, അതിനൊക്കെ ഏറ്റുപിടിച്ച് ഫേസ്ബുക്കിനകത്ത് നല്ല വലിച്ചു കീറി ഒട്ടിച്ചു, ഞാൻ വലിയ സംഭവമായി എന്ന് സ്വയം ധരിച്ച് ഇരിക്കുന്ന ഷഹനാസിൻ്റെ പോസ്റ്റിനുള്ള മറുപടിയായിട്ട് നിയാസ് മലബാറി ഷഹനാസിനെ വലിച്ചു കീറി ഷഹനാസിൻ്റെ തേപ്പ് കഥകൾ പലതും ഇപ്പോൾ എടുത്തുകൊണ്ടിട്ടുണ്ട്. അതും ഞാനിവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, അത് ഞാനിവിടെ വായിക്കാം. ആ ഒരു പോസ്റ്റ് മലബാറി റീസെൻ്റായിട്ട് നിയാസ് മലബാറി ഇട്ടൊരു പോസ്റ്റിനകത്ത് ഷഹനാസിനെ വലിച്ചു കീറി ഒട്ടിക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. ആ ഒരു പോസ്റ്റ് ഞാൻ ഇവിടെ വയ്ക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മൂന്നാമത്തെ വീടിൻ്റെ പണി കഴിഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ കൂടെ നിങ്ങളിവിടെ ഒന്ന് കണ്ടു നോക്കിയേ. കാരണം ഒരു MLA ഇങ്ങനെ ആയിരിക്കണം, ജനങ്ങൾക്ക് കൊടുക്കുന്ന വാക്ക് പാലിക്കാൻ പഠിക്കണം, ജനങ്ങളിലേക്ക് ഇറങ്ങി നടന്ന ആ ഒരു പ്രസ്ഥാനത്തിലെ പിന്തുണയ്ക്കുന്ന ആളുകളെയും പരിഗണിക്കാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ ഒരു ജനപ്രതിനിധി എന്നുള്ളൊരു ലേബൽ പൂർണ്ണമാവത്തുള്ളൂ, അല്ലേ? ഓക്കെ, ഞാനിവിടെ ആ വീഡിയോ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ.
ഓക്കെ, ഇനി ഞാൻ ഈ വീഡിയോയ്ക്ക് അടിയിൽ വന്ന ഒരു കമൻറ്റ് ഞാൻ വായിക്കാം. ഷീജ ബിനു എന്ന് പറഞ്ഞിട്ട് ഒരു ലേഡിയാണ് ഇട്ടേക്കുന്നത്. കൺഗ്രാജുലേഷൻസ്. 1.5 വർഷം മാത്രം MLA ആയിരിക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ വീടുകൾ നൽകി ആളുകളുടെ ജീവിതത്തിൽ സന്തോഷം നൽകുന്നത് വളരെ കാര്യമാണ്. വീടില്ലാത്തവർക്കാണ് ഒരു വീടിൻ്റെ വില ശരിക്കും അറിയുക. ഇത് യഥാർത്ഥത്തിൽ ഒരു അനുഗ്രഹമാണ്. നെഗറ്റീവ് കമൻറ്റുകളൊന്നും ശ്രദ്ധിക്കേണ്ട. സാധാരണ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ പിന്തുണ ഉള്ള നേതാവ് താങ്കളാണ്. കണ്ടല്ലോ, ഇങ്ങനെ ആയിരിക്കണം ഒരു MLA. ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് വെറും 1.5 കൊല്ലം കൊണ്ടാണ് പുള്ളി പാലിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെയൊക്കെ കണ്ടില്ലേ, ജയിച്ച് പോയി കഴിഞ്ഞാൽ, പൊടിയും തട്ടി പോയി കഴിഞ്ഞാൽ പിന്നെ 5 കൊല്ലത്തേക്ക്, അല്ലെങ്കിൽ പിന്നെ പുള്ളിയുടെ കാലാവധി തീരുന്നത് വരെ ഒരു മണ്ഡലത്തിലും എല്ലാ സ്ഥലത്തും അങ്ങനെയാണ്. പിന്നെ അയാളെ പൊടി പോലെ ഇവിടെ കാണത്തില്ല. പിന്നെ കാണുന്ന എപ്പോഴാണ്? വോട്ട് ചോദിച്ചുകൊണ്ട് വരുന്ന സമയത്താണ് അയാളെ മുഖം തന്നെ കാണുന്നത്. കേരളത്തിൽ ഇത്രയും ജില്ലകളിൽ നിങ്ങൾ നോക്കി, എത്ര MLA മാർ, എത്ര MP മാരുണ്ട്. എവിടെയെങ്കിലും ആരുടെയെങ്കിലും പേര് നിങ്ങൾക്കൊന്ന് ഓർക്കാതെ, ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാതെ നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? പക്ഷേ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് പാലക്കാട് എന്നല്ല, കേരളത്തിലെ എല്ലാ ജില്ലയിലും ആരെടുത്ത് ചോദിച്ചാലും ഒരു നിമിഷം പോലും വൈകാതെ തന്നെ ആ ഒരു പേര് പറയും. അതാണ് രാഹുൽ മാങ്കൂട്ടം, അല്ലേ? അതുപോലെ ശ്രീനാദേവി കുഞ്ഞമ്മയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കയറി വന്നിട്ടുണ്ടല്ലോ, നട്ടലുള്ളൊരു വനിതാ നേതാവാണ്. ആ വ്യക്തി ഈ കേപ്പബിളായിട്ടുള്ള ആളുകളെയൊക്കെ അടിച്ച് താത്ത് ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ വളർന്നു വരുന്ന യുവ നേതാക്കളായിട്ടുള്ള, നല്ല കഴിവും നല്ല വിദ്യാഭ്യാസവും നല്ല വിവരവും നല്ല ഊർജ്ജസ്വലതയുമുള്ള ആളുകളെയൊക്കെ അടിച്ച് താത്ത് പുറത്താക്കാനുള്ള പരിപാടിയാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഞാനിവിടെ നിയാസ് മലബാറി ഷഹനാസിനെ വലിച്ചീറി ഒട്ടിച്ച ആ ഒരു പോസ്റ്റും കൂടെ ഞാനിവിടെ പങ്കുവയ്ക്കാം. ഷഹനാസിൻ്റെ പ്രണയം നമ്മൾ കണ്ടതാണ്, ഗണേഷ് കുമാറുമായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഗണേഷ് കുമാറിൻ്റെ പ്രണയത്തെ പറ്റിയിട്ട് ഗണേഷ് കുമാർ വിവരിച്ച എല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പം എന്നിട്ടും ഗണേഷ് കുമാർ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിക്ക് മത്സരിക്കാനുള്ള യോഗ്യതയില്ല? അപ്പോൾ ഈ കോൺഗ്രസ് പ്രസ്ഥാനം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒഴിവാക്കുന്നത്. അല്ലാതെ അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഇവിടെ ഗണേഷ് കുമാറിന് മത്സരിക്കാമെങ്കിൽ പിന്നെ അത് രാഹുലിന് സീറ്റ് കൊടുത്താൽ എന്താണ്, അല്ലേ? രാഹുലിന് സീറ്റ് കൊടുത്താൽ എന്താണ്? നിയാസ് മലബാറി പങ്കുവയ്ക്കുന്ന നിയാസ് മലബാറി അത്യാവശ്യം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കാരണം ഷഹനാസിൻ്റെ കള്ളങ്ങളൊക്കെ പൊളിച്ചടുക്കി ജനങ്ങളെ മുമ്പിലേക്ക് കാണിച്ച ഒരു വ്യക്തിയാണ് നിയാസ് മലബാറി. ഷഹനാസിൻ്റെ IAS-ഉം റേഷൻ കാർഡും ആധാർ കാർഡും ഇതിനെപ്പറ്റിയിട്ടുള്ള വിവാദങ്ങൾ, ഇതൊക്കെ ഉണ്ടല്ലോ, കള്ളങ്ങളൊക്കെ പൊളിച്ചടുക്കി പുറത്തു കൊണ്ടുവന്നത് നിയാസ് മലബാറി എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളി, ഞാൻ അറിയുന്ന ഷഹനാസ് ഭാഗം 6, ഷഹനാസിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പോസ്റ്റിലെ വരികൾ ഇങ്ങനെയാണ്. പുള്ളിക്കാരി അവസാനം പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റിലെ വരികളാണ് ഇവിടെ. വരികളെ ഉപമിച്ചാണ് നിയാസ് മലബാറി ഇവിടെ പറയുന്നത്. വെറുതെ അല്ലാതെ ഒഴുകുന്ന നേരത്ത് മനസ്സിൽ പൊഴിയുന്ന മഞ്ഞുതുള്ളിയാണ് പ്രണയം. ഒരാൾക്ക് 5000 പ്രണയം വരെ ആകാമെന്നാണ് മഹാനായ പത്തനാപുരം ഗണേഷ് കുമാർ ഞങ്ങളെ പഠിപ്പിച്ചത്. പ്രണയത്തെക്കുറിച്ച് 2011-2019 വർഷത്തിനിടെ വിവാഹശേഷമുള്ള ഷഹനാസിൻ്റെ ഏത് തേപ്പിനെ കുറിച്ചാണ് ഞാൻ ഇനി എഴുതേണ്ടതെന്ന് വേണമെങ്കിൽ ഷഹനാസിനെ തീരുമാനിക്കാം. അപ്പം 2011 തൊട്ട് 2019 വരെ ഷഹനാസിൻ്റെ തേപ്പ് കഥയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആരെയൊക്കെ തേച്ചെന്നുള്ളത്. നല്ല ഒന്നാന്തരം തേപ്പുകാരിയാണെന്ന് ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. 1 പ്രിയേഷ്, 2 താജ്, 3 നസീർ, 4 അഖിൽ, 5 ഉബൈദ്, 6 ബബീഷ്. അപ്പോൾ ഇത്രയും ആളുകളെയാണ് വെറും ചുരുങ്ങിയ കാലാവധി കൊണ്ട് നമ്മുടെ MA ഷഹനാസ്, അതും കല്യാണം കഴിഞ്ഞതിന് ശേഷം തേപ്പ് നടത്തിയിട്ടുള്ളത്. 2011 തൊട്ട് 2019 വരെ. എന്താ അല്ലേ? എന്തൊരു കഴിവാണ് ഇവർക്ക്. ഇവരെ ആരെയും അറിയില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും. എനിക്ക് ദേഷ്യം വന്നാൽ പരമ്പരയുടെ നീളം കൂടും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ പുള്ളി ഇതിൻ്റെ അപ്പുറം എടുത്ത് വെളിയിലോട്ടിടും. അതാണ് നിയാസ് മലബാറി ഇവിടെ പറയുന്നത്. അപ്പം ഷഹനാസ്, ഇപ്പം ശ്രീനാദേവി കുഞ്ഞമ്മയുടെ റേഷൻ കാർഡ് വിവാദമായിട്ട്, അത് നമുക്കറിയാം. ശ്രീനാദേവി കുഞ്ഞമ്മയെ തകർക്കാൻ വേണ്ടിയിട്ട് ശ്രീനാദേവി കുഞ്ഞമ്മ തന്നെ പറയുന്നുണ്ട്, പൈസ കൊടുത്ത് ഇറക്കിയിട്ടുള്ള പരിപാടികളാണെന്ന്. ഇതൊക്കെ തെളിവ് സഹിതം പുള്ളിക്കാരി നിരത്തുന്നുമുണ്ട്. ശ്രീനാദേവി കുഞ്ഞമ്മ ഇവരൊക്കെ കുടുംബക്കാരാണെന്ന് തന്നെ ശ്രീനാദേവി കുഞ്ഞമ്മ പറയുന്ന വീഡിയോയ്ക്കകത്ത് തെളിയിക്കുന്നുണ്ട്. ഞാൻ അവിടെ വെച്ച് തരാം. അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ, ഷഹനാസ് ഇതൊക്കെ അങ്ങോട്ട് ഫേസ്ബുക്കിനകത്തോട്ട് എടുത്തിട്ടിട്ട് അങ്ങോട്ട് ഭയങ്കര സംഭവമായിട്ടുള്ള രീതിയിലാണ് അങ്ങോട്ട് അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ശ്രീനാദേവി കുഞ്ഞമ്മയെ ഞാനങ്ങോട്ട് തകർത്തു, ഇനി ശ്രീനാദേവി കുഞ്ഞമ്മ പാർട്ടിയിൽ നിന്ന് പുറത്തു പോവും, രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയതുപോലെ പാർട്ടി എടുത്ത് പുറത്താക്കും എന്നുള്ളൊരു ചിന്തയാണ് ഷഹനാസിന്. പക്ഷേ കോൺഗ്രസ് പ്രസ്ഥാനത്തിലിരിക്കുന്ന കിഴവന്മാർക്ക് അത്രയും ബുദ്ധിയില്ലെന്ന് വിചാരിക്കേണ്ട. കാരണം ഇലക്ഷന് വലിയ സമയമൊന്നുമില്ല. ശ്രീനാദേവി കുഞ്ഞമ്മയെ ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയതുപോലെ ശ്രീനാദേവി കുഞ്ഞമ്മയെ കൂടെ പുറത്താക്കി കഴിഞ്ഞാൽ അത് ഇലക്ഷന് നല്ലൊരു തിരിച്ചടി തന്നെ കിട്ടുമെന്ന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് നൈസായിട്ട് ചിലപ്പോൾ അവരെ
മത്സരിപ്പിക്കാതിരിക്കാനുള്ള പരിപാടിയൊക്കെ ആയിരിക്കും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾക്കറിയാം, ജനങ്ങൾ ഇതൊന്നും കണ്ടിട്ടും വെറുതെ ഇരിക്കത്തില്ല. സീനാദേവി കുഞ്ഞമ്മയെ മത്സരിപ്പിക്കാതിരിക്കുകയോ സീനാദേവി കുഞ്ഞമ്മയെ പുറത്താക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ UDFൻ്റെ പകുതി വോട്ടും ആ പേരിലായിരിക്കും കുറയാൻ പോകുന്നത്. അത് ആദ്യം ഓർത്തോണം. ഇവിടെ ഞാനിനി സീനാദേവി കുഞ്ഞമ്മയുടെ ഈ പറഞ്ഞിട്ടുള്ള ഈ റേഷൻ കാർഡ് വിവാദവുമായിട്ടുള്ള ആ ഒരു വിവാദത്തിന് മറുപടി, നല്ല മറുപടി പറയുന്നുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. യശോദ എസ് പിള്ള എന്ന് പറയുന്നത് എൻ്റെ അമ്മാവിയാണ്. സോമനാഥൻ പിള്ള എന്നാണ് അമ്മാവൻ്റെ പേര്. അപ്പോൾ എൻ്റെ അമ്മാവൻ്റെയും അമ്മാവിയുടെയും കൂടെ വീട്ടിലാണ് എൻ്റെ അഡ്രസ്സ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ 6 വർഷക്കാലം. ഇനി പരാതിക്കാരായിട്ട് വന്നിട്ടുള്ള ശ്രീജിത്ത്, ശ്യാംജിത്ത്, സഞ്ജിത്ത് എന്നിവർ എന്നെ അറിയില്ല എന്ന് പറയുന്ന വാദം പരിപൂർണമായി തെറ്റാണ്. അവർ ജനുവരി മാസത്തിൽ അവർ നാട്ടിൽ വരുന്നത് വളരെ വിരളമായിട്ടേ ഉള്ളൂ. കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവർ ഇടയ്ക്കെങ്കിലും വല്ലപ്പോഴും നാട്ടിൽ വരുന്നുണ്ട്. നാട്ടിൽ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ വരും. നമുക്ക് ശാസ്ത്രവര ഇവർ പറയുന്ന വീടെന്ന് പറയുന്നത് എൻ്റെ അച്ഛനും അമ്മയുണ്ട്. അവിടെ വന്ന് അവരുടെ അപ്പച്ചി എന്നുള്ള നിലയ്ക്ക് എൻ്റെ അച്ഛനും അമ്മയും വന്ന് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന് കാണുന്ന ആൾക്കാർ കഴിഞ്ഞ കാലങ്ങളായിട്ടാണ് അവർ കുറച്ച് അധികമായിട്ട് നാട്ടിൽ വരുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ ഇവർ കൂടുതൽ കാര്യങ്ങൾ ഞാൻ കുടുംബ പ്രശ്നങ്ങൾ വളരെ ഗൗരവമുള്ള വലിയ കുടുംബ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു വീടാണ് അടൂരെ വീട്. അപ്പോൾ കൊലശ്ശേരിയിൽ നിന്നാണ് വീട്ടുപേര്. അപ്പോൾ വീട്ടിലെ സംബന്ധിച്ച് ഒരുപാട് വലിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് ഓരോന്നും എനിക്ക് മാധ്യമങ്ങളുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് പറയുക എന്ന് പറയുന്നത് പരിമിതികളുണ്ട്. അവരെ സംബന്ധിച്ച് യാതൊരു ബുദ്ധിമുട്ടുകളുമില്ല. നുണ പറയുവാനും പരസ്യമായി കള്ളം പറഞ്ഞുകൊണ്ട് ഈ ഒരു വിഷയത്തിലേക്ക് അവർ കടന്നു വന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടൽ തന്നെയാണ്. രാഷ്ട്രീയമായിട്ടുള്ള ഗൂഢാലോചനയുണ്ട്. CPIയുടെ ജില്ലാ നേതൃത്വം അവരെ സമീപിച്ചു എന്നുള്ളത് അവർ വ്യക്തമായി നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ CPIയുടെ ജില്ലാ നേതൃത്വം സാമ്പത്തികമായിട്ട് ഓഫർ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ അതിനപ്പുറത്തേക്ക് ഒരു ഓഫർ കൊടുത്തുകൊണ്ട് അവരെ പിടിച്ചു നിർത്തണമെന്നാണെങ്കിൽ താല്പര്യമില്ലായിരുന്നു. അവർ നിയമപരമായിട്ട് സാധിക്കുന്ന എല്ലാ തരത്തിലേക്കും മുന്നോട്ട് പോകട്ടെ, വ്യാജ പരാതികൾ കൊടുക്കട്ടെ. ഞാൻ ബന്ധുവല്ല എന്ന് മാധ്യമങ്ങളോട് പറയുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. കാരണം എൻ്റെ ബന്ധുക്കളായിട്ടുള്ള എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെക്കുറിച്ചുള്ള മതിപ്പ് ഇപ്പോൾ നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും ബന്ധുക്കളുടെ ഇടയിൽ നല്ല മതിപ്പായിട്ടുണ്ട്. ഇത്രയും കാലം നമ്മളുടെ കൂടെ ബന്ധുവായിട്ട് ജീവിച്ചിട്ട് കഴിഞ്ഞ 5 വർഷക്കാലം ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള എനിക്ക് എന്തിനാണ് പറയുന്നു, ഞാൻ ജയിച്ചപ്പോൾ വേണമെങ്കിൽ ഇതിൽ പറയുന്ന ശ്യാംജിത്ത് എസ് പിള്ള എന്ന് പറയുന്ന ആൾ ഞാൻ വിജയിച്ചപ്പോൾ എനിക്ക് അയച്ച കൺഗ്രാറ്റ്സിൻ്റെ മെസ്സേജ് വരെ എൻ്റെ ഫോണിലുണ്ട്. അവരുടെ ഇതൊന്ന് സൂം ചെയ്യുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഒന്ന് സൂം ചെയ്യാമോ ക്യാമറ? ഇതിൽ ഈ മൊബൈലിലുണ്ട് എനിക്ക് അയച്ചിട്ടുള്ള ക്യാമറ ഒന്ന് സൂം ചെയ്യാമോ? ഇത് എനിക്ക് ശ്യാംജിത്ത് എസ് പിള്ള എന്ന് പറയുന്ന പരാതിക്കാരൻ അയച്ചിട്ടുള്ള മെസ്സേജാണ്. ഇതിൽ അദ്ദേഹത്തിൻ്റെ കുട്ടിയുടെ പിറന്നാളിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, ഹൗസ് വാമിംഗ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, വോയിസ് നോട്ടുകൾ ഒരുപാടുണ്ട്. ഇതിൽ കൺഗ്രാജുലേഷൻസ് മോളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് മാത്രമല്ല, ഞാൻ അദ്ദേഹത്തിന് പച്ചക്കറി വാങ്ങുന്നതിൻ്റെ ലിസ്റ്റ് വരെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയ കുടുംബബന്ധമുള്ളയാണ്. ഒന്ന് ശ്രദ്ധിക്കാമെങ്കിൽ എൻ്റെ വോയിസ് നോട്ട് കൂടെ പ്ലേ ചെയ്യാം. വൺ ഓഫ് ദ സിമ്പിൾ ആയിട്ടുള്ള വോയിസ് നോട്ട്. വളരെ ഫ്രീ ആകുമ്പോൾ ഒന്ന് വിളിക്കണം. ഞാൻ ഇന്നലെ വിളിച്ചായിരുന്നു, ഇന്നും വിളിച്ചത്. എനിക്ക് ഒന്ന് ബിസിയാന്ന് തോന്നുന്നു. ഫ്രീ ആകുമ്പോൾ ഒന്ന് വിളിച്ചേക്കണേ. കേട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നയന മോളെ നയന എന്ന് പറയുന്നത് എൻ്റെ പെറ്റ് നെയിമാണ്, വീട്ടിൽ വിളിക്കുന്ന പേരാണ്. ശ്രീനാദേവി അറിയില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഒഫീഷ്യൽ നെയിം അവർക്ക് അറിയില്ലായിരിക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ പൂർണ്ണമായിട്ടും ഞാനുമായിട്ട് ഇതിൽ 3 പേരിൽ ഏറ്റവും ഇളയാളായിട്ടുള്ള ശ്യാംജിത്ത് എന്ന് പറയുന്ന ആ ചേട്ടനായിട്ട് മാത്രമേ എനിക്ക് ഇടക്കാലത്ത് കോൺടാക്ട് ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് മാത്രമല്ല കുടുംബവുമായിട്ടും. ഇനി ഒരു ചോദ്യം മാത്രമേ എനിക്ക് അവരോട് ചോദിക്കാനുള്ളൂ. ഈ പരാതിയിൽ TSOയ്ക്ക് കൊടുത്തിട്ടുള്ള പരാതി ഇപ്പോൾ പുറത്ത് ഫേസ്ബുക്കിലെല്ലാം പ്രചരിക്കുന്ന ഒരു പരാതിയുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഞങ്ങളുടെ അമ്മ യശോദ എസ് പിള്ള അടൂർ താലൂക്കിലെ റേഷൻ കാർഡ് നമ്പർ ഗ്രാൻഡ് നമ്പർ റേഷൻ കാർഡിൻ്റെ ഉടമയായിരുന്നു. 18/9/2024 അമ്മ മരണപ്പെട്ടുപോയി. തെറ്റി അമ്മ മരിച്ചത് 18/10. അപ്പോൾ അത് അവർക്കറിയാത്ത കുറ്റമല്ല, കാരണം കാലങ്ങളായിട്ട് വീടുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരാണ്. ഏറത്ത് പഞ്ചായത്തിലെ 17-ാം വാർഡിലെ 363 നമ്പർ വീട്, അതും തെറ്റി, വീട്ട് നമ്പറും തെറ്റാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ താമസിച്ചിട്ടുണ്ട്. പിന്നെ ജോലി സംബന്ധമായി ഞങ്ങൾ നാട് വിട്ടു പോവുകയും ഞങ്ങളുടെ സഹോദരിയും നാട്ടിലില്ലാത്ത സ്ഥിതി വന്നപ്പോൾ അമ്മ മിക്കപ്പോഴും ഞങ്ങളോടൊപ്പം താമസിച്ചു വന്നിരുന്നു. പരിപൂർണ്ണമായി തെറ്റാണ്. ആ നാട്ടുകാരോട് അന്വേഷിക്കുക. അവിടെ ഒരു ദിവസം പോലും ആ വീട്ടിൽ കയറിയിട്ടില്ലാത്ത, അമ്മയുമായി ബന്ധമില്ലാത്ത, അച്ഛൻ മരിച്ചപ്പോൾ വീട്ടിൽ കയറിയിട്ടില്ലാത്ത, 2023 ഇവരുടെ ഏക സഹോദരിയുടെ വിവാഹം തൃശ്ശൂരിൽ വെച്ച് നടക്കുമ്പോൾ ഈ 3 സഹോദരങ്ങളും പങ്കെടുത്തിട്ടില്ല. സർവോപരി 2019 ഇവരുടെ അമ്മ യശോദ എസ് പിള്ള, എൻ്റെ അമ്മാവി, ഇവർക്കെതിരെ വയോജന സംരക്ഷണ നിയമപ്രകാരം കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന ശ്രീജിത്ത് എസ് പിള്ള കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുള്ളത് അടൂർ RDOയുടെ മുമ്പിൽ തന്നെയാണ്. വയോജന സംരക്ഷണ നിയമപ്രകാരം ആണ് പരാതി കൊടുത്തിട്ടുള്ളത്. 2019 മുതൽ 2022 വരെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊസീഡിങ്സ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഹർജി കക്ഷി ശ്രീമതി യശോദ എസ് പിള്ളയായിരുന്നു. എതിർകക്ഷികളായിട്ടുള്ളത് ശ്രീജിത്ത്, എനിക്കെതിരെ പരാതി കൊടുത്ത 1ാമത്തെ ആൾ. ശ്രീമതി പൂജ, ഇത് അദ്ദേഹത്തിൻ്റെ 2ാം ഭാര്യയാണ്, അന്നുള്ള ഭാര്യയാണ്. ഇപ്പോൾ മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശ്രീജിത്തിൻ്റെ മറ്റൊരു ഭാര്യയാണുള്ളത്. ഇനി 3ാമത്തെ ആൾ സഞ്ജിത്ത് എസ് പിള്ള, അതായത് ശ്രീജിത്തിൻ്റെ ഇളയ സഹോദരൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീമതി ചിഞ്ചു. 5ാമതായിട്ട് ശ്രീ ശ്യാംജിത്ത്. ഇത്രയും പേർക്കെതിരെയാണ് 2010. കണ്ടല്ലോ, വിത്ത് പ്രൂഫ് ഉൾപ്പെടെയാണ് സീനാദേവി കുഞ്ഞമ്മ ഇവിടെ തെളിയിച്ചിരിക്കുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ അടിയിൽ വന്നൊരു കമൻറ്റ് ഞാൻ വായിക്കാം. സതീശനും രമേശനും കോൺഗ്രസിലെ ചില ഉണക്കന്മാരെ കൂടെ കൂട്ടി ഈ കളിക്കുന്ന നാറിയ കളിയുണ്ടല്ലോ, നിർത്തിയില്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പും ഇടതുപക്ഷം ഭരിക്കും എന്നുറപ്പ്. അടുത്ത തിരഞ്ഞെടുപ്പും ഈ തിരഞ്ഞെടുപ്പും അപ്പം ഈ പറഞ്ഞിട്ടുള്ള ഇപ്പം ഭരണപക്ഷമാണല്ലോ, ഇപ്പം ഭരണപക്ഷം ഭരിക്കുമെന്നാണ് ഇപ്പോഴും പറയുന്നത്. അടുത്ത തിരഞ്ഞെടുപ്പും ഈ പറഞ്ഞിട്ടുള്ള LDF ഭരിക്കുന്നതാണ്. അപ്പം ഈ തെരഞ്ഞെടുപ്പ് LDF കൊണ്ടുപോകുന്നതാണ് ഈ കമൻ്റ് ഇട്ടേക്കുന്ന വ്യക്തി വ്യക്തമാക്കുന്നത്. സുധാകരൻ മത്സരിച്ചു ജയിച്ചാൽ മുഖ്യമന്ത്രി കസേരയും, അതുപോലെ രാഹുലും മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ ഭാവിയിലെ മുഖ്യമന്ത്രിയാകാൻ വരെ കഴിവുള്ളൊരു വ്യക്തിയുമാണെന്ന് രമേശനും സതീശനും നല്ല പോലെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഈ നാറിയ കളികൾ കളിക്കുന്നത്. സീറ്റ് കൊടുത്തില്ലെങ്കിൽ
കണ്ണൂർ ജില്ലയിലും സുധാകരന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലും, അതുപോലെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുത്തില്ലെങ്കിലും ഒരൊറ്റ എം എൽ എ കോൺഗ്രസ്സിന് കിട്ടില്ല. സണ്ണി, സജി ജോസഫ് പ്രതീക്ഷയുള്ള തളിപ്പറമ്പ് ഇതൊക്കെ മറന്നേക്കൂ. ഇവിടെയൊക്കെ സുധാകരന് വേണ്ടി മാത്രമേ അണികളുള്ളൂ. അതുപോലെ രാഹുലിനെ സീറ്റ് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അത് കോൺഗ്രസ്സിന് ഈ വരാനിരിക്കുന്ന ഇലക്ഷന് ഏറ്റവും വലിയ അടിയായിരിക്കും. ലക്ഷങ്ങളുടെ ജനപിന്തുണയാണ് അതിൽ നിന്ന് മാറാൻ പോകുന്നതെന്നാണ് ഇതിലൂടെ പറയുന്നത്, ഈ കമൻറ്റിലൂടെ. ശരിയാണ്, ഈ കമൻറ്റിൽ പറഞ്ഞേക്കുന്ന കാര്യം ശരിയാണ്. ഈ പറഞ്ഞിട്ടുള്ള കണ്ടില്ലേ, സുധാകരനെ ഇപ്പം മാറ്റി, ശ്രീനാദേവി കുഞ്ഞിമയെ പോച്ച് പുറത്ത് അടിക്കാനുള്ള പരിപാടികളൊക്കെ നോക്കുന്നുണ്ട്. അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയിട്ട് രാഹുലിനെ ആവുന്നത്ര നോക്കിയാണ് MLA സ്ഥാനം രാജിവെപ്പിക്കുകയാണ്. MLA സ്ഥാനം രാജിവെപ്പിക്കാൻ അത് നടക്കത്തില്ല, അത് കോടതി പറയണം. രാഹുൽ തെറ്റുകാരനാണ്, അതുകൊണ്ട് MLA സ്ഥാനം രാജിവെക്കണമെന്ന് ജനങ്ങൾ കൊടുത്ത MLA സ്ഥാനമാണ്, അതത് മനസ്സിലാക്കുക. ജനങ്ങളാണ് രാഹുലിനെ, പാലക്കാട്ടിലെ ജനങ്ങളാണ് രാഹുലിനെ ജയിപ്പിച്ചത്. അപ്പം പാർട്ടിയെ കൊണ്ട് രാഹുലിൻ്റെ കൈ പിടിച്ചിട്ട് എഴുതി ഒപ്പിട്ട് മേടിക്കാൻ പറ്റത്തില്ല. അത് രാഹുൽ സ്വയമേ രാജിവെക്കണം. ഇപ്പം തന്നെ രാജിവെക്കേണ്ട കാര്യം എന്താണ്? രാഹുൽ ഇവിടാണ് തെറ്റുകാരൻ. അങ്ങനെയാണെങ്കിൽ ഗണേഷ് കുമാർ ഇപ്പം രാജിവെക്കണമായിരുന്നല്ലോ. എന്തുകൊണ്ട്? ഗണേഷ് കുമാറിന് ബുദ്ധിയുണ്ട്. അതാണ് ഇപ്പം രാഹുലിൻ്റെ വിഷയത്തിൽ രാഹുലിൻ്റെ വിഷയത്തിലും ഗണേഷ് കുമാറിൻ്റെ വിഷയത്തിലും നമ്മൾ കണ്ടതാണ്, രണ്ട് നീതിയാണ് അവിടെ കണ്ടത്. രാഹുലിൻ്റെ വിഷയത്തിൽ രാഹുലിനെതിരെ വന്ന ഈ ഒരു ആരോപണത്തിനെതിരെ ഡെയിലി വാർത്താ ചാനലുകളിലും ഓരോ ആൾക്കാർ വാർത്തകളിൽ കയറിയിരുന്ന് രാഹുലിനെ കുറ്റം പറയുന്നതും നിരന്തരം രാഹുലുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ ഗണേഷ് കുമാറിൻ്റെ വിഷയത്തിൽ 2 ദിവസം മാത്രമേ അത് കണ്ടുള്ളൂ. ആരും വാർത്താ സമ്മേളനം വിളിച്ച് ഇരുത്തി മീറ്റിംഗ് നടത്താനോ അല്ലെങ്കിൽ പത്രസമ്മേളനം നടത്താനോ വാർത്തകളിൽ അതൊരു ചർച്ചാ വിഷയമാക്കാനോ ആരും നിന്നില്ല. എന്തുകൊണ്ട്? അപ്പോൾ അവരെയൊക്കെ അജണ്ട എന്താണെന്ന് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ, അല്ലേ? കാരണം LDFന് ഇതിൻ്റെ പുറകെ പോകാൻ സമയമില്ല. UDFന് ഇതിൻ്റെ പുറകെ UDF ഇതിൻ്റെ പുറകെ പോകുന്നതിനുള്ള കാര്യം എന്താണെന്നറിയാവൂ? കാരണം UDFൻ്റെ അജണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ UDFിൽ ഇപ്പോൾ കടിച്ച് പറയുകയാണ്, കടിപിടിയാണ്. ഇപ്പം തന്നെ കണ്ടില്ലേ, ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കടിപിടിയാണ്. എന്നാൽ LDFന് അങ്ങനൊരു സംഭവമില്ല. LDFന് നിങ്ങൾ ഒരു LDFകാരൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആരാവണം അടുത്ത മുഖ്യമന്ത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ സംശയമില്ല, പിണറായി വിജയൻ എന്നൊരു പേരേ അവിടെ വരൂ, അല്ലേ? നേരെ മറിച്ച് UDFൻ്റെ ഒരു അനുയായി എടുത്ത് ആരാവണം മുഖ്യമന്ത്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറയും രമേശ് ചെന്നിത്തല ആയാൽ കൊള്ളാമെന്നുണ്ട്, VD സതീശൻ ആയാൽ കൊള്ളാമെന്നുണ്ട്, പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ കൊള്ളാമെന്നുണ്ട്, K സുധാകരൻ അയാൾ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ആ ഒരു അണിക്ക് പോലും, ആ ഒരു പ്രവർത്തകന് പോലും, കോൺഗ്രസ് പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കുന്ന ആൾക്ക് പോലും ഒരു നിലപാടില്ലാത്ത ഒരു കാഴ്ചപ്പാടാണ്. കാരണം അവിടെയാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഒരേ ഒരു പേരായിരിക്കണം. ഇപ്പം LDF പറയുന്ന പോലെ ഒരേ ഒരു മുഖ്യമന്ത്രി നമുക്ക് ആവശ്യമുള്ളൂ. ഈ പറഞ്ഞിട്ടുള്ള 2-3 പേര് പറയേണ്ട ഒരു കാര്യമില്ല, അല്ലേ? ഇപ്പം നിങ്ങൾ പബ്ലിക്കിൽ ഇറങ്ങി പബ്ലിക് ഒപ്പീനിയൻസ് ഒക്കെ പോകുമ്പോൾ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി അവിടെ പറയുന്നത്, അവിടെ ഒരു ഫോട്ടോ വയ്ക്കും, അതിനകത്ത് പിണറായിയുടെ ഒരു ഫോട്ടോ വയ്ക്കും. LDF ആണെങ്കിൽ പിണറായിയുടെ ഫോട്ടോ മാത്രമേ കാണാവൂ. എന്നാൽ UDFിലോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ 2 ഫോട്ടോ ആയിരിക്കും. ഒന്ന് രമേശ് ചെന്നിത്തലയുടെ ഫോട്ടോയും ഒന്ന് VD സതീശൻ്റെ ഫോട്ടോയും. ഒരു പാർട്ടിയിൽ 2 മുഖ്യമന്ത്രിയോ? എന്തുവാടി ഇതൊക്കെ? അതാണ് ഞാൻ പറഞ്ഞത്, ഈ പ്രസ്ഥാനത്തിൽ കടിച്ച് പിടിയാണ്, കടിച്ച് പറിച്ച് എങ്ങനെയെങ്കിലും ചോര ഊറ്റി കുടിച്ച് കുതുകാൽ വെട്ടലും അതും ഇതാണ്. ഈ പരിപാടി എന്ന് നിർത്തുന്നു അന്നേ ഈ ഒരു പ്രസ്ഥാനം ഒന്ന് ഉയർത്തെഴുന്നേറ്റ് മുമ്പോട്ട് വരത്തുള്ളൂ. ഇതിനെ ഉയർത്തെഴുന്നേറ്റ് മുമ്പോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ രംഗത്തേക്ക് വരുമ്പോഴത്തേക്ക് അവരെയൊക്കെ എന്താണ് ചെയ്യുന്നത്? അടിച്ചു താക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ശ്രീനാദേവിയെ പോലെയുള്ള ആളുകളും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ആളുകളും ഷാഫി പറമ്പിലിനെ പോലെയുള്ള ആളുകളും, ഷാഫിയൊക്കെ അങ്ങ് ഒതുങ്ങി മാറി നിൽക്കുക. കാരണം ഷാഫിക്കറിയാം, കാരണം ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പോരാടിയിട്ടൊന്നൊരു കാര്യമില്ല. ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്തി കഴിഞ്ഞാൽ തന്നെയും കൂടെ ഈ പറഞ്ഞുള്ള ആരോപണങ്ങൾ കൊണ്ടിട്ട് തകർക്കുമെന്ന് ഷാഫിക്ക് നല്ലപോലെ മനസ്സിലായതുകൊണ്ടാണ് ഷാഫി പറമ്പിൽ ഇപ്പോൾ നൈസായിട്ട് മാറിയിരിക്കുന്നത്. മനസ്സിലായോ? അപ്പം എന്തായാലും നിങ്ങളെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ രാഹുലിനെയും ശ്രീനാദേവിയെയും K സുധാകരനെയൊക്കെ പിന്തുണയ്ക്കുന്ന ആളുകൾ ഈ പ്രസ്ഥാനത്തിലേക്ക് ഇവരൊക്കെ പ്രസ്ഥാനത്തിലേക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ നിങ്ങൾ ലൈക്ക് ചെയ്ത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത്, വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഉറപ്പായിട്ട് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ